സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ്, അതായത് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ ചിലർ ജയിക്കുകയാണെങ്കിൽ പഠിക്കും. അതിൽ തോൽക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർ ചോദിക്കും എന്താണ് അടുത്ത പരിപാടി എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും നോക്കണം എന്ന് പറഞ്ഞ് അവർ പല ജോലികളിലും ഏർപ്പെടും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ 99% അമ്മമാർ മക്കളെ പഠിപ്പിക്കുന്നത് പണിക്ക് പോടാ, എന്തെങ്കിലും പണിക്ക് പോ. അമ്മമാർ മാത്രമല്ല, അവരുടെ അറിയുന്ന ആൾക്കാർ പോലും എന്തെങ്കിലും ഒരു പണിക്ക് പോ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ പണം ഉണ്ടാക്കാൻ പോ എന്ന് പറഞ്ഞിട്ട് ഏത് വീട്ടുകാരും വിടുന്നില്ല. ഞാൻ പറയട്ടെ, പണിക്ക് പോയത് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കെണിയിലാവുക എന്നല്ലാതെ നിങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല പണിക്ക്. സാധാരണ ഒരു കൈത്തൊഴിലുകാരന്, ഈ കൈത്തൊഴിലുകാരെന്ന് പറയുമ്പോൾ കൽപ്പണിക്കാരനാവാം, സെൻട്രിങ് വർക്കേഴ്സാവാം, പെയിൻ്ററാവാം. നിങ്ങൾ പണം ഉണ്ടാക്കാൻ പഠിക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ നാളെ കക്കാനോ മോഷ്ടിക്കാനോ ഒന്നും പോകരുത്. വ്യഭിചരിക്കാനോ പെണ്ണുകൂട്ടി കൊടുക്കാനോ പോകരുത്. നല്ല രീതിയിലുള്ള മാർഗങ്ങൾ അതിനുണ്ട്. ബിസിനസ്, അങ്ങനെ പല രീതിയിലും പൈസ ഉണ്ടാക്കാൻ ഉള്ള ശ്രമങ്ങൾ, നല്ല രീതിയിലുള്ള മാർഗങ്ങളുണ്ട്. പണിക്കാരൻ, അതായത് കൽപ്പണി മുതൽ സെൻട്രിങ് പണി, പ്ലംബർ, പിന്നെ ആശാരി, ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു ദിവസ വേതനം പറയുന്നത് 900 രൂപയാണ് ഒരു ദിവസം. അപ്പം 30 ദിവസത്തിന് 27,000 രൂപയാണ് വരുന്നത്. അത് 30 ദിവസത്തെ 4 ദിവസം ഹോളിഡേയ്സ് കണക്കാക്കിക്കോളൂ. അപ്പോഴും 22,500 രൂപ അയാളുടെ കയ്യിലെത്തുന്നുണ്ട്. ശരി, അതുപോട്ടെ. അയാൾക്ക് ഒരു ദിവസം 500 രൂപ ചിലവ്, വീട്ടു ചിലവ്, കാര്യങ്ങൾ, അയാളുടെ ലിക്കറടി എല്ലാം കഴിച്ച് എല്ലാം ഈ 500-ൽ ഒതുക്കിയിട്ട്, എന്തായാലും ഒരു ദിവസം 500 രൂപയ്ക്ക് സാധനങ്ങൾ ആരും വാങ്ങിക്കൊണ്ട് പോകുന്നില്ല വീട്ടിലേക്ക്. അപ്പോൾ ഒരു 100 രൂപയ്ക്ക് പോലും വാങ്ങിയിട്ട് പോകാത്ത വ്യക്തികളുണ്ട്. ഒരു ദിവസം 500 രൂപ ആ ചെലവിന് മാറ്റിയാലും ബാക്കി 400 രൂപയുണ്ട്. അപ്പോഴും 400 രൂപ നീക്കി വെച്ചാലും 25 ദിവസത്തിന് 10,000 രൂപയാണ്. പക്ഷെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ വക വ്യക്തികളുടെ കയ്യിൽ ചായക്ക് പോലും 1 രൂപ ഉണ്ടാകും. അതും ചായ അടക്കം കടം പറഞ്ഞിട്ട് തെറ്റിട്ട് പോകുന്ന സ്ഥിതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനും പണിക്ക് പോകണം. നിങ്ങൾ പണം ഉണ്ടാക്കുന്ന വഴികൾ ചിന്തിക്കുക. ഒന്നും വേണ്ട, നിങ്ങളെ പണിയെടുപ്പിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ തൊഴിലറിയണമെന്നില്ല. കൽപ്പണിക്കാരനാണെങ്കിൽ അയാൾക്ക്, നിങ്ങളെ പണിയെടുപ്പിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ തൊഴിൽ അയാൾക്ക് അറിയണം എന്നില്ല. പക്ഷെ അയാൾ കാശുണ്ടാക്കുന്നുണ്ട്. അതേപോലെ ആശാരിപ്പണി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ആശാരിപ്പണി അറിയണമെന്നില്ല. അയാൾ നിങ്ങളെ വെച്ച് കാശുണ്ടാക്കുന്നുണ്ട്. ചിന്ത അങ്ങനെ ആയിരിക്കും. കാരണം നിങ്ങൾ ഈ പണിയിൽ നിന്ന് തന്നെ നിങ്ങളൊരു കോൺട്രാക്റ്റുകാരനാവണം. അല്ലാതെ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ബലിയാടാവുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങളെ വെച്ച് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് മുതലെടുക്കുക എന്ന് പറയുന്നത് ഈ രീതിയിലാണ് മുതലെടുക്കുന്നത്, അല്ലാതെ വേറൊരു രീതിയല്ല ഞാൻ പറയുന്നത്. ഇതാണ് ജീവിതത്തിലുള്ള മുതലെടുപ്പ്. കാരണം ഇത് ക്യാൻസർ പോലെ. കാരണം ഇനി വരുന്ന തലമുറകൾ അത് വിചാരിച്ചാൽ നടക്കും. വിചാരിക്കാത്തതാണ് പ്രശ്നം. നിങ്ങൾ നോക്കൂ, ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാത്ത സമയത്താണ് മുകളിൽ കൂടെ പറക്കുന്ന എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത്. അത് റൈറ്റ് സഹോദരന്മാർ. അവർ ഇല്ലെങ്കിൽ ഇന്ന് എയ്റോപ്ലെയിൻ ഇല്ല.
കാരണം അവരുടെ നൂതന ആശയങ്ങൾ വെച്ച് ആ വഴി സംഭവങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇന്ന് പല ആൾക്കാരും ഗമയിൽ എയറോപ്ലെയിനിൽ ഇരുന്ന് അമേരിക്കയ്ക്കും ഗൾഫിലേക്കൊക്കെ പോകുന്നത്. അതേപോലത്തുള്ള ബുദ്ധികൾ ഉപയോഗിക്കും. ഇന്ന് ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളുള്ള കാലഘട്ടമാണ്. നിങ്ങൾ ജപ്പാൻ്റെ ഒരു കാര്യം എടുത്തു നോക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വിസ്ഫോടനം നടത്തി അവിടെയെല്ലാം ജപ്പാനെ നാമാവിശേഷമാക്കി. ഇനി അവിടെ ഒരു ജന്മങ്ങൾ ഉണ്ടാവില്ല, ഒരു മനുഷ്യജീവനല്ല, ഒരു ജീവജാലങ്ങൾ ഉരുത്തി വരില്ല എന്ന് പോലും പല ലോകരാഷ്ട്രങ്ങളും കരുതിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഫിനിക്സ് പക്ഷിയെപ്പോലെ, ചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെയാണ് ജപ്പാൻകാരുടെ ഇന്നത്തെ വളർച്ച. ഇന്ന് നമ്മുടെ ഇന്ത്യയിലല്ല, ലോകത്ത് പല കണ്ടുപിടുത്തങ്ങളും ജപ്പാനെ ആശ്രയിച്ചിട്ടാണ്. ജപ്പാൻ ഇല്ലെങ്കിൽ ഇന്ന് ലോകമില്ല. നിങ്ങളത് മനസ്സിൽ വെച്ച് നിങ്ങൾ ഓരോരുത്തരും പണിയെടുക്കും. കാരണം ജപ്പാൻ്റെ മാതൃക പിന്തുടരണം. ഇന്ന് മൈക്രോഫോണായാലും പല സിസ്റ്റങ്ങളും, നമ്മുടെ വീട്ടിലുള്ള പല സിസ്റ്റങ്ങളും ജപ്പാൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. അതുകൊണ്ടാണ് ജപ്പാനെ ഉദയസൂര്യൻ്റെ നാട് എന്ന് പോലും ലോകം വിശേഷിപ്പിക്കുന്നത്. നിങ്ങളും ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കും ഒരു ഉദയസൂര്യൻ്റെ നാടാകാം. ബുദ്ധി വർക്ക് ചെയ്യുക. പണിയെടുക്കലല്ല പ്രധാനം, പണം ഉണ്ടാക്കലാണ് പ്രധാനം. പണി എടുക്കുന്നത് കൊണ്ട് മരിക്കുന്നത് വരെ പണിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള വഴികൾ, സോഴ്സ് എന്താണ്? ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ കൂടെ പല വഴികളുന്നുണ്ട്. ആ വഴി ഏതാണ് എന്ന് ചിന്തിക്കുക, പ്രവർത്തിക്കുക. നീ വല്ല പണിക്കുമ്പോൾ എന്നെല്ലാം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കും. ഞാൻ പറയുന്ന ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന കഴിവുകൾ ഉപയോഗിച്ച് ആ പിന്തിരിപ്പൻ ശക്തികളെ നിങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പുറത്ത് തള്ളുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റാൻഡിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അവനേതായ ഒരു സ്റ്റാൻഡ് വേണം. എന്നാൽ തന്നെയാണ് ആ സ്റ്റാൻഡിനെയാണ് പറയുന്നത് വിൽ പവർ, ഒന്നില്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ തന്നെ ഒരാളെയും ആശ്രയിക്കരുത്. കാരണം ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്മായിയമ്മനെയോ അമ്മാനച്ഛനെയോ ഒരു സ്വന്തം അമ്മനെയോ സ്വന്തം അച്ഛനെ ആശ്രയിക്കരുത്. ഈ കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിച്ച പെൺകുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ പോറ്റാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. കാരണം അതിന് എന്ത് പണി വേണമെങ്കിലും എടുക്കാം. കക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, പെണ്ണുകൂട്ടി കൊടുക്കരുത്. ഇതല്ല മാർഗം പണം ഉണ്ടാക്കാൻ. വേറെ നല്ല വഴികളുണ്ട്. നിങ്ങൾ ആ വഴിക്ക് ചിന്തിക്കൂ, എന്നിട്ട് പ്രവർത്തിക്കൂ. അതിന് തൽക്കാല ആശ്വാസം നമുക്ക് പിടിച്ചു നിൽക്കാനും വേണ്ടി പല പണികളും നമ്മൾ ചെയ്യേണ്ടത് വരും. ഇതിന് പ്രശ്നമല്ല, അഭിമാനമല്ല, ദുരഭിമാനത്തിന് പ്രശ്നമല്ല. അഭിമാനമാണ് വലുത്. ദുരഭിമാനം പറയുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇല്ലാത്ത ചിന്തകൾ ഉണ്ടാക്കി എടുക്കലാണ് ദുരഭിമാനം. അഭിമാനം പറയുന്നത് നടത്തുന്നതാണ് അഭിമാനം. അല്ലാതെ ഇല്ലാത്ത ചിന്തയിൽ പോയി ആവശ്യമില്ലാതെ ചിന്തിച്ച് വലഞ്ഞ് നിങ്ങൾ ദുരഭിമാനത്തിൻ്റെ കൂടെ കൂട്ടരുത്. നിങ്ങൾ അഭിമാനത്തിൻ്റെ ഒപ്പം നിൽക്കൂ. ആൾക്കാരെന്തോ പറഞ്ഞോട്ടെ, പലതും പറയും. അവൻ അങ്ങനെ ആ പണിക്ക് പോകണം, അവൻ ഇങ്ങനെ ഈ പണിക്ക് പോകണം, അവൻ അപ്പോഴാണ് ഇപ്പോഴാണ് എല്ലാം പറയും. കാരണം പറഞ്ഞാൽ
അതൊന്നും നിങ്ങൾ കേൾക്കാതിരിക്കുക. കാരണം ആ പറയുന്ന ആൾക്കാർക്ക് ആ പറഞ്ഞിട്ടിരിക്കാനേ നടക്കുകയുള്ളൂ, പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ അവരെ കൊണ്ട് പ്രാബല്യത്തിൽ വരുത്താൻ ഒരു കഴിവും അവർക്കില്ല. കാരണം നിങ്ങൾ അഭിമാനത്തോടു കൂടി കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലൊന്നും ഈ വ്യക്തികളൊന്നും ആരുമല്ല. ഒരു പരസഹായം ആശ്രയിക്കുന്ന വ്യക്തി നിങ്ങളുടെ മുന്നിൽ ആരുമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ